എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ലെമൺ റൈസിൻ്റെയും ടൊമാറ്റോ റൈസ്, നെയ്ച്ചോറ്, ബിരിയാണി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ എന്താ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സാലഡിലേക്ക് സവാളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേറെ വെജിറ്റബിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അത് നമ്മൾക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി നമ്മൾക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഐസ് ക്യൂബ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സവാള ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അത് മാത്രമല്ല അതിനകത്ത് ചെറിയൊരു കറ പോലെ ഉണ്ടാവുമല്ലോ സവാളയിൽ, അതെല്ലാം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 6-7 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. അപ്പോൾ നമ്മൾ എത്രയാണോ സാലഡ് തയ്യാറാക്കി എടുക്കേണ്ടത് അതനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇത് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് സവാള നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 7 മിനിറ്റോളം വച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്കിതാ സവാള ഇതിനകത്തുനിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണേ. ഇനി ആ പാത്രത്തിലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് സവാള നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ മല്ലിയിലയും പുതിനയിലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെയായിരിക്കണം അരച്ചെടുക്കേണ്ടത്. വെള്ളം ചേർത്തിട്ടൊന്നും അരയ്ക്കരുത്. സവാളയിൽ ഇപ്പോൾ ചെറിയൊരു നനവുണ്ടാവും, അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാടായി പോകരുത്, അല്പം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ സാലഡിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് സവാള ഞാൻ പാത്രം ചെറുതായതുകൊണ്ടൊന്ന് മാറ്റി വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി കൈ കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തോളൂ. കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് ആ സാലഡിലേക്ക് നന്നായിട്ട് അതൊന്ന് മിക്സായി കിട്ടുക കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്